CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തന്മാരിൽ ഒരാളായിരുന്നു വി.എൻ. വാസവൻ. വി.എൻ. വാസവൻ്റെ തോൽവി നിസ്സാരമായിട്ടല്ല CPM-നെ ബാധിച്ചിട്ടുള്ളത്. കോട്ടയത്തെ പാർട്ടി സംവിധാനത്തെ അടക്കം ഇത് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വാസവന് നേരെ വന്നിട്ടുണ്ട്. വാസവൻ്റെ വൻ വീഴ്ചയാണെന്ന് കണക്കാക്കാമല്ലോ സർ? തീർച്ചയായിട്ടും. കാരണം വാസവൻ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ വാസവൻ്റെ ഉദയവും വളർച്ചയും ആധിപത്യം സ്ഥാപിക്കലുമൊക്കെ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം കോട്ടയത്തിനൊരു പ്രത്യേകതയുള്ള ഉമ്മൻചാണ്ടിയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, രമേശ് ചെന്നിത്തല കോട്ടയത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ്. കോട്ടയത്തിലാണെങ്കിൽ ടി കെ രാമകൃഷ്ണൻ കോട്ടയത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് മന്ത്രിയായിട്ട് അന്ന് ഹോം മിനിസ്റ്ററായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കോട്ടയത്ത് കെ എം മാണിയുണ്ട്. കെ എം മാണി പാലയിൽ നിന്നുണ്ട്. പിന്നെ സർവോപരി എന്ന് വെച്ചാൽ മലയാള മനോരമയും മാത്തുക്കുട്ടി അച്ചായനും ഒക്കെ കൂടിയുള്ള ഒരു വലിയ ഇതാണ്. അവിടെ നിന്ന് സുരേഷ് കുറുപ്പ് ജയിച്ചിട്ടുണ്ട്. പക്ഷേ വാസവൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. കാരണം വാസവനെ പൊക്കിക്കൊണ്ടുവരാൻ ആരും ഉണ്ടായിരുന്നില്ല. വാസവൻ തനിയെ പൊങ്ങി വന്ന ഒരു നേതാവാണ്. വാസവൻ സ്വന്തമായിട്ട് പഠിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. വാസവൻ ഞാൻ VC ആയിരിക്കുന്ന സമയത്ത് എൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ സിൻഡിക്കേറ്റിൽ എന്നോട് ഏറ്റവും മാന്യമായ ഭാഷയിൽ സംസാരിച്ചിരുന്ന സിൻഡിക്കേറ്റ് മെമ്പർ വാസവനായിരുന്നു. അത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ വാസവൻ മാറിയത് ആകാം. രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി കേരളത്തിൽ വേറെ ഒരു രാഷ്ട്രീയ ശക്തിയും വളർന്നു വരില്ല എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. ആ തെറ്റിദ്ധാരണ ഒരുപാട് പേർക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ മാധ്യമങ്ങൾക്കാണ് അത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയായിട്ടുള്ളത്. കാരണം മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണയിച്ചത് പിണറായി വിരുദ്ധ തരംഗമായിരുന്നു എന്നാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ട് പറഞ്ഞ് സതീശന് അനുകൂലമായ തരംഗമായിരുന്നു എന്ന് പറഞ്ഞു. 2 ദിവസമേ കഴിഞ്ഞുള്ളൂ. അതെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇവർ ഈ മാപ്ര എന്ന ഒരു വൃത്തികെട്ട വാക്കുകൊണ്ട് അറിയപ്പെടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ പിണറായി വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം പക്ഷെ ആരും കണ്ടിരുന്നില്ല. ആളുകളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എന്നല്ലാണ്ട് ഒരാളും ആ തരംഗം കണ്ടിരുന്നില്ല. ആ തരംഗം ഉണ്ടായതുകൊണ്ടാണ് 102 സീറ്റിലേക്ക് ഇവരെത്തിയതും മാർക്സിസ്റ്റ് പാർട്ടി ഈ രീതിയിലേക്ക് വന്നതും ഒക്കെ വന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ പരാജയത്തിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒഴിഞ്ഞു മറക്കാൻ പറ്റില്ല. അദ്ദേഹം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ ശബരിമല അയ്യപ്പ സംഘമുണ്ടല്ലോ, അയ്യപ്പനെയും അയ്യപ്പ ഭക്തന്മാരെയും കേരളത്തിലെ ജനങ്ങളെയും ഒരുപോലെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംഘടിപ്പിച്ചതാണ് അയ്യപ്പ സംഗമം. അതിന് എത്രയോ കാശ് മുടക്കിയിട്ടുണ്ട്. ആരാണ് കാശ് മുടക്കിയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല. കാശ് ആരാണ് മുടക്കിയതെന്ന് തങ്ങൾക്കൊരു നിശ്ചയവുമില്ല എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെക്കുറിച്ച് കെ ജയകുമാർ IAS അതിനെക്കുറിച്ച് പറഞ്ഞത്. അതെന്താണ് അദ്ദേഹം പിന്നെ അവിടെ എന്തിനാണ് ഇരുന്നതെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും. അദ്ദേഹത്തിന് പക്ഷേ ഭാഗ്യവശാൽ ആ സംശയം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും അയ്യപ്പ സംഗമം അവിടെ ഇത്രയും ആഭാസകരമായ അയ്യപ്പന്മാരെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എന്താണ് ആ സമ്മേളനത്തിൻ്റെ ഔട്ട്കം ആർക്കും അറിയില്ല. ഒരു സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്കം? ഈ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ശബരിമല ക്ഷേത്ര ദർശനത്തിനായി പോയി നൊയമ്പ് നോറ്റ് അവിടെ പോകുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ടല്ലോ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സഹായം അതിൽ നിന്ന് കിട്ടിയോ? ഇല്ല. അടിമുടി അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ശബരിമല. ഇപ്പം ഇന്ന് നമ്മളൊരെണ്ണം വായിച്ചല്ലോ, എന്തായിരുന്നു? അവിടുത്തെ പൂജ കൊടുക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കാശ് മേടിച്ചുകൊണ്ടിരുന്നു. അതെ, വിവിധ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ കാശ് മേടിച്ചു. അപ്പോൾ അതായത് പറിച്ചവൻ പപ്പാതി എന്ന് പറയുന്ന രീതിയിൽ അവിടെ ചെല്ലുന്നവനൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അയാളുടെ ഇതിൽ, എൻജിനീയർ അയാളുടെ ഇതിൽ, പിന്നെ തന്ത്രിയുടെ ഇതിൽ, ശാന്തിയുടെ രീതിയിൽ
എല്ലാവരും മത്സരിച്ചു മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ അയ്യപ്പ ക്ഷേത്രത്തെ അതിൽ നിന്ന് വിമുക്തമാക്കാൻ കഴിയുന്ന ഒരു തീരുമാനവും ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് വന്നില്ല. ഇല്ല, ഒരു തീരുമാനവും വന്നില്ല. ഈ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമായിരുന്നു, ദേവസ്വം മന്ത്രി എന്നുള്ളത് വാസവനായിരുന്നു. അതും സത്യത്തിൽ അത് അനുകൂലമായി മാറും എന്ന് കരുതി നടത്തി അതും എതിരാക്കിയെടുത്തു. അപ്പോൾ ഇതിന് ഇപ്പോൾ കേൾക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പാർട്ടി തലത്തിൽ പോലും കാര്യമായ ചർച്ച നടത്താൻ വാസവൻ തയ്യാറായിരുന്നില്ല എന്നാണ് ആക്ഷേപം. അതെ, അത് മാത്രമല്ല, വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നതിൽ പ്രധാനപ്പെട്ടത് ഈ മദ്യരാജാക്കന്മാർ, അവിടുത്തെ ഈ മദ്യ മാഫിയ, ഈ അബ്കാരികൾ, ഇവരുമായിട്ടൊക്കെയുള്ള അവിശുദ്ധ ബന്ധം, അവരാണ് ഈ പറയുന്ന വാസവൻ്റെ സ്പോൺസറായിരുന്നത് തുടങ്ങിയ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ ഈ ആക്ഷേപം നേരിട്ടിട്ടുണ്ട്. അതിൽ അപ്പാടെ ആസ്ഥാനത്താണെന്ന് പറയാനും പറ്റില്ല. കാരണം ഏറ്റവും ഇപ്പോൾ എത്രയോ ബാറുകൾ കൊടുത്തില്ല, 700 ചില്ലാനം ബാറുകളൊക്കെ ഒരുമിച്ച് കൊടുത്തു. ഇതൊന്നും നേരായ മാർഗത്തിൽ നടക്കുന്നതല്ല. കള്ള് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നേരായ മാർഗത്തിൽ നടക്കുന്ന ഒന്നല്ല. ഒരു കള്ളക്കച്ചവടമാണത്. അതിനകത്തൊരു കളവും ഒരു വഞ്ചനയും ചതിയും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു രംഗമാണ് മദ്യ വ്യവസായം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, വിശേഷിച്ചും ഇവിടെ കേരളത്തിൽ ഭരണത്തിൽ വരുന്നതും മുഖ്യ പ്രതിപക്ഷവുമായിട്ട് തീരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഈ ബാർ മുതലാളിമാർ പണം പിരിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. അത് പ്രതിപക്ഷത്തിനും കിട്ടിയിട്ടുണ്ട്, ഇവർക്കും കിട്ടിയിട്ടുണ്ട്. മുഖ്യ പ്രതിപക്ഷത്തിനും, കാരണം ഭരണം വരാൻ പോകുന്നവർക്കും ഭരണത്തിൽ നിന്ന് പോകുന്നവർക്കും അവർ കാശ് പിരിച്ച് കൊടുക്കും. അതിൽ വലിയ വ്യത്യാസം ഇത് തമ്മിൽ വരുത്താറില്ല. അപ്പോൾ തീർച്ചയായിട്ടും വാസവൻ്റെ നേതൃത്വത്തിൽ ഈ അക്ബാരി കാഠ്യകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി പാർട്ടി ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടാകുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിൽ അപ്പോൾ ആരും അങ്ങനെ ഉണ്ടാകുമെന്ന് പറയില്ല. പിന്നെ 700 ബാറ് അനുവദിച്ചത് വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ അനുവദിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനായിട്ടൊരു പാർട്ടിക്കാർ പോലും ഇപ്പോൾ തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വാസവനെതിരെ അത്തരം ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്തും അസ്ഥാനത്തായിരിക്കില്ല. എന്തായാലും വാസവൻ കള്ള് വ്യവസായികളിൽ നിന്ന് പണം പിരിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പാർട്ടിക്കാണോ ഇയാൾക്കാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസം വരിക. ഈ വാസവൻ്റെ ഇലക്ഷൻ്റെ സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എല്ലാ ജംഗ്ഷനിലും ഗാനമേള ഉണ്ടായിരുന്നു. അവിടെ എല്ലാം വാസവൻ വരും. പക്ഷേ ഇത് വാസവൻ്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതല്ല. വാസവൻ്റെ അവിടെ ഏതെങ്കിലും ഒരു ക്ലബ്ബ്, ചിലപ്പോൾ ഒരു ദേശാഭിമാനി ക്ലബ്ബെന്നോ യുവതാര ക്ലബ്ബെന്നോ എന്തെങ്കിലും പറഞ്ഞൊരു ക്ലബ്ബായിരിക്കും, ആ ക്ലബ്ബായിരിക്കും പരിപാടി നടത്തുന്നത്. അവിടെ അവസാനം ഈ മറ്റേ മട്ടന്നൂരിൻ്റെ തായമ്പക വരെ സംഘടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലായിടത്തും ഗാനമേള. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ വരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അല്ല, ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ കാലമായിട്ട് കാണുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം, സ്ഥാനാർത്ഥി എങ്ങനെ ബിഹേവ് ചെയ്യണം, സ്ഥാനാർത്ഥി എങ്ങനെ വോട്ട് ചോദിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് PR ഗ്രൂപ്പാണ്, പബ്ലിക് റിലേഷൻസ് പ്രവർത്തകരാണ്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, സാവേ ഇപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടേതല്ലാത്ത ഒരു ഇത് നടത്തുക. അപ്പോൾ അവിടെ ആൾ കൂടും, ആ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് സഖാവ് വന്നിറങ്ങുന്നു. സഖാവിന് അതിനകത്ത് ബന്ധമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് ചിലവിൽ ഇത് ഉൾപ്പെടില്ല. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന കണക്കിൽ ഇത് വേണ്ട. അപ്പോൾ അത് പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെ കൂടുന്നവർ അവിടെ പോയിട്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മനോഭാവം എന്നറിയാമല്ലോ. മട്ടന്നൂരിൻ്റെ തായമ്പക കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവർക്ക് അത് മട്ടന്നൂരിൻ്റെ ആൾക്കാരാണ് വരുന്നത്. അവിടെ പോയിട്ട് ഞാൻ കൈകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യില്ല. പക്ഷേ PR ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തെ പറ്റിച്ചതായിരിക്കും അതിൻ്റെ കാരണം. ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടെ PR ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളും അവരവരുടെ PR ഗ്രൂപ്പ് വരെയാണ്. ആ PR ഗ്രൂപ്പാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇത് മിക്കവാറും ഇത് വാസവന ഈ കുരിശിലേറ്റിയിരിക്കുന്നത് PR ഗ്രൂപ്പുകാരായിരിക്കും. അല്ല, വാസവൻ ഇങ്ങനെ മട്ടന്നൂരിൻ്റെ ഇതൊക്കെ അല്ലെങ്കിൽ വേടൻ്റെ ഗാനമേള ഉണ്ടായിരുന്നാണ് ഞാൻ കേട്ടത്. വേടൻ്റെ പാട്ട് കച്ചേരി, വേടൻ്റെ പാട്ടല്ല, ഗാനമേള, റാപ്പ്, വേടൻ്റെ റാപ്പ്, മറ്റേ മട്ടന്നൂർ, എന്തൊരു കോമ്പിനേഷൻ ഇല്ലേ, മട്ടന്നൂരും വേടനും.
അപ്പോൾ ഇതൊക്കെ കൂടി വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാശ് തിരഞ്ഞെടുപ്പ് ചെലവിൽ വരില്ല, പക്ഷേ ക്ലബിൻ്റെ ചെലവിൽ പോയിക്കോളും. ആ കാശ് കൊടുത്തിരിക്കുന്നത് വാസവനാണെന്നുള്ള കാര്യത്തിൽ വാസവൻ ഒഴികെ ബാക്കി ആർക്കും സംശയം ഉണ്ടാകില്ല. അപ്പോൾ അത് ഇങ്ങനെ വന്നതിൻ്റെ പേരിലാണ് വാസവൻ. ഇത് മാത്രമല്ലല്ലോ, എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വലിയ രീതിയിലുള്ള പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കണം, ഞാൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അവരിങ്ങനൊരു ചർച്ച നടത്തുന്നുണ്ടല്ലോ. അതെ, മറ്റൊരിടത്തും അതില്ല. അല്ല, അത് അത്രയും അവരെ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. കാരണം ഈ പിണറായി വിജയൻ അടക്കമുള്ള, ഗോവിന്ദൻ അടക്കമുള്ള എല്ലാ സംസ്ഥാന നേതാക്കളെയും അവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് അവരുടെ മീറ്റിംഗ് സ്ഥലത്ത്, അവരുടെ യോഗത്തിൽ വെച്ച് നിശിതമായി വിമർശിക്കാനുള്ളൊരു അവകാശമുണ്ട്. ഗോവിന്ദൻ്റെ ശരീരഭാഷയൊക്കെ തെറ്റായിരുന്നു എന്നുള്ള വിമർശനം വരുന്നുണ്ട്. അത് ഗോവിന്ദൻ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു. ഗോവിന്ദൻ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകാനുള്ള യോഗ്യതയുള്ള ഒരാളാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദൻ അങ്ങനെ വേണ്ടത്ര ഒരു വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ഒരാളല്ല. ഗോവിന്ദൻ എന്തോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹം ആയിത്തീരാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്വിക ആചാര്യനാണ്. പി ഗോവിന്ദപിള്ളയല്ല, EMS ആണ്. കാരണം പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി ഇതിനകത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം വഴങ്ങുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? മാർക്സിസത്തെ ഇവർ പഠിക്കുന്ന, ഈ പിള്ളേരെ പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത്, അങ്ങോട്ട് ഒരു പക്ഷേ SFI ക്ലാസ്സുകളിൽ കേട്ടുകയാണ്, ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രമാണെന്നാണ്. സയൻസ് ഓഫ് സയൻസസ് എന്നാണ് ഇതിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മാർക്സിസ്റ്റുകാരന് എല്ലാ വിഷയവും വഴങ്ങും എന്നാണ് ഉള്ളത്. ഈ കാര്യം പറഞ്ഞ് ഞാനും പഴയ ലോറൻസ് ചേട്ടനും തമ്മിൽ ശണ്ട കൂടിയിട്ടുണ്ട്. അത് ഞാൻ ലോറൻസ് ചേട്ടനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് ഈ പ്രഭാത് ബുക്ക് ഹൗസ് ഉണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോസ്റ്റോവസ്കിയുടെയും മറ്റേ പുഷ്കിൻ്റെയും റഷ്യൻ എഴുത്തുകാരുടെ സാഹിത്യ കൃതികളൊക്കെ നിസ്സാര വിലക്ക് കിട്ടും. CPIയുടെ. പക്ഷേ പരമ ബോറ് ഇംഗ്ലീഷിലാണ് അത് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അന്ന് നമ്മുടെ വരുമാനം, നമ്മുടെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ഇതെങ്കിൽ ഇത് വായിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് അവിടെ പോയി വാങ്ങിക്കും. ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോവസ്കിയുടെയും പുഷ്കിൻ്റെയും ഗോർക്കിയുടെയും ഒക്കെ കൃതികൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതൊക്കെ പിന്നീട് നല്ല തർജ്ജമ കണ്ട് വായിച്ചതോടുകൂടി ഇതെല്ലാം ഞാൻ എടുത്ത് തൂക്കി വയ്ക്കുകയും ചെയ്തു. അതിൽ ഞാൻ കണ്ടൊരു പുസ്തകം എന്താണെന്ന് വെച്ചാൽ, ബോട്ടണിയുടെ ടെക്സ്റ്റ് ബുക്ക്, MSc ബോട്ടണിയുടെ ടെക്സ്റ്റ് ബുക്ക്. അതിന് അവതാരിക എഴുതിയിരിക്കുന്ന സ്റ്റാലിനാണ്. അപ്പോൾ ഈ വിഷയം സംബന്ധിച്ചാണ് ഞാൻ ലോറൻസ് ചേട്ടനോട് സംസാരിച്ചത്. ലോറൻസ് ചേട്ടനോട് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടൊരു സൗഹൃദവും ഇത്തിരി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുമൊക്കെ ഇരുന്ന്, പുള്ളി കമ്മ്യൂണിസ്റ്റ് ഒളിവ് ജീവിതകാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ വന്നിരുന്നിട്ടുള്ളൊരു ആണ്. ഒരുപാട് തല്ലുകൊണ്ടിട്ടുള്ള, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ലോറൻസ് ചേട്ടൻ ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അത് നിനക്കറിയാഞ്ഞിട്ടാണ്. കാരണം കമ്മ്യൂണിസം ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ്. അത് പഠിച്ച ഒരാൾക്ക് ലോകത്തിലുള്ള ഏത് ശാസ്ത്രവും വഴങ്ങുമെന്നാണ്. അപ്പോൾ ലോകത്തിലുള്ള ഏത് ശാസ്ത്രവും വഴങ്ങും എന്ന തെറ്റിദ്ധാരണ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇവർ. അത് ഇവർക്ക് പറ്റുന്നൊരു വലിയ അബദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ ധരിച്ചിരിക്കുന്നത് ഗോവിന്ദൻ താത്വിക ആചാര്യനാണെന്നാണ്. സ്റ്റാലിൻ ബോട്ടണി പുസ്തകത്തിൻ്റെ അവതാര രീതിയിൽ അത്ഭുതമില്ല. ലൈസങ്കോയിസം എന്ന് പറഞ്ഞൊരു തിയറി സാർ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഫ്ലോപ്പ് തിയറി തന്നെ ഇവർ ഈ ഒരുമിച്ച് ചെടികളെ അടുപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവരവരുടെ വിഹിതം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഷെയർ ചെയ്തെടുക്കുമെന്നൊരു പൊട്ട തിയറി ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരുമിച്ച് ഈ ചെടികളെല്ലാം കൂട്ടമായി നടുകയും USSRൽ വലിയ ദാരിദ്ര്യം വന്ന ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, അതല്ല, അതിനേക്കാൾ വൃത്തികെട്ട വേറൊരു സാധനമുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള സമീകരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10 ഐക്യമുള്ള 100 പേര് ചേർന്ന് കഴിഞ്ഞാൽ അവൻ 1000 ഐക്യമുള്ള ഒരാൾക്ക് തുല്യനായിരിക്കും എന്ന് പറയും. 10 മണ്ടന്മാർ ചേർന്നാൽ ഒരു ബുദ്ധിമാനാകും എന്നുള്ളൊരു സിദ്ധാന്തം അംഗീകരിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിസത്തിൽ അങ്ങനെ ഒരുപാട് വിഡ്ഢിത്തങ്ങളുണ്ട്, ധാരാളം വിഡ്ഢിത്തങ്ങളുണ്ട്. ആ വിഡ്ഢിത്തങ്ങളൊക്കെ നമ്മൾ ആരുടെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പറയും, അത് മാത്രമല്ലല്ലോ കമ്മ്യൂണിസം എന്ന് പറയും. അല്ല, അതും ആണല്ലോ കമ്മ്യൂണിസം. അപ്പോൾ അതുകൊണ്ട്
ഗോവിന്ദൻ ഈ തെറ്റിദ്ധാരണയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഗോവിന്ദനെയൊക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ ശക്തമായ രീതിയിൽ. മാത്രവുമല്ല, ഗോവിന്ദൻ്റെ ഒരു അക്രമം എന്താണ്, അതിക്രമം എന്താണെന്ന് വെച്ചാൽ, താൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ തൻ്റെ ഭാര്യ മത്സരിച്ച് മന്ത്രിയാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെയാണ്. കാരണം വിജയരാഘവൻ്റെ ഭാര്യ മത്സരിച്ച് മന്ത്രിയായി, ഈ പ്രാവശ്യം മത്സരിച്ച് അപ്പോൾ തൻ്റെ ഭാര്യ മത്സരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മന്ത്രിയാണ്, അതെ, വനിതാ മന്ത്രിയാണ്. അവരും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത്. അപ്പോൾ അതിന് ശക്തമായ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ വിമർശനം ഉണ്ടായിട്ടും വലിയ കാര്യം ഇതുകൊണ്ട് കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ലേ, നാളികേരം 10 അരച്ചാലും താളാണല്ലോ കറി. ആ താള് കറിയുടെ അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി പറഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ ഇതിനേക്കാൾ, അതെപ്പോഴും പറയാവുന്നതാണ്, തോറ്റു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തോൽവി ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ആ കോണ്ടെക്സ്റ്റ് ഇന്നിപ്പോൾ ഇല്ല. അതും കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.